ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡെന്നിസ്. ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന വീഡിയോ ഒരു ഇച്ചിരി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഞാൻ ആ കാണുന്നത് കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് നടന്നു നോക്കി. ഞാനൊരു കുറച്ച് നാളായിട്ട് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വീടും കൂടുമൊന്നും ഇല്ലാതെ ബീച്ചിൽ കിടക്കുകയും അങ്ങനെ നമുക്ക് ഒരു വീടില്ലാതെ ഒരാൾ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് നമ്മൾ അറിയണമല്ലോ. ഈ കാലഘട്ടത്തിൽ ഒരു ജോലിയില്ല, വീടുമില്ല, ഒരാൾ തെണ്ടിത്തിരിഞ്ഞ് ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. 18 വയസ്സിന് മേലുള്ള എല്ലാവരുടെ ഞാൻ പറയുകയാണ്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇംഗ്ലണ്ടിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ ഇത് പറ്റൂല്ലെന്ന് അറിയാൻ വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ഞാൻ ജൂൺ ജൂലൈ 1 തീയതി ആയപ്പോഴത്തേക്ക് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാനിതുപോലെ പുറത്ത് താമസിക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ വരികെ എനിക്ക് താമസിക്കാനായിട്ട് ഇവിടെ മഴയും, നമ്മുടെ നാടായതുകൊണ്ട് മഴയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മഴ നനയാതെ രാത്രി കയറിയിരിക്കാൻ ഒരു ഇടമായിരുന്നു കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം ഫെസിലിറ്റീസ് ഉണ്ട്. ടോയ്ലറ്റ് യൂസ് ചെയ്യാം, വേണമെങ്കിൽ ഒന്ന് കയറി കുളിക്കാനായിട്ട് ഫ്രഷ് ആവാനായിട്ടൊക്കെ ടോയ്ലറ്റ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാം. അങ്ങനെ ചെറിയ ചെറിയ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ ഒരു ദിവസം രാത്രി ഹോസ്പിറ്റലിൽ ഇരുന്നു. അവിടെ ഇവിടെയൊക്കെ മാറിയിട്ടിരുന്നു. അവർ പക്ഷേ സെക്യൂരിറ്റിയൊക്കെ വന്നിട്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ രാത്രി കിടക്കാൻ പാടില്ലെന്ന്. പക്ഷേ ഇതേ സമയം ഞാൻ ഇംഗ്ലണ്ടിൽ വീടും കൂടുമൊന്നുമില്ല തിണ്ടി നടന്നപ്പം ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ട്രാഫിക്കാണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പം അവർക്ക് ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ കിടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കിടന്നു നോക്കി. അവിടെ പോലീസ് സ്റ്റേഷനിൽ കിടക്കാനായിട്ട് ചെന്നപ്പം പോലീസ് സ്റ്റേഷനിൽ അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിനകത്തേക്ക് കയറുകയാണ്. അങ്ങനെ ഞാൻ ഒരു ദിവസം കിടന്നപ്പോൾ ഇവർ ഹോസ്പിറ്റൽ ആക്ട് എന്ന് പറഞ്ഞ് ഒരു പരാതി, ഹോസ്പിറ്റൽ ആക്ടിൻ്റെ പേരിൽ ഒരു പരാതി പറഞ്ഞു. ഇവിടുത്തെ ഹോസ്പിറ്റൽ സൂപ്രണ്ടൻറ്റും അവിടുത്തെ ആൾക്കാരൊക്കെ ചേർന്ന് ഹോസ്പിറ്റൽ ആക്ട് എന്ന് പറയുന്ന ഒരു കാര്യം എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അതിനുശേഷം ഞാനതനുസരിച്ചുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ കിടക്കാനോ ഹോസ്പിറ്റലിൽ ഇരിക്കാനോ അനാവശ്യമായെന്നല്ല, ഇതൊരു പൊതുസ്ഥലമാണല്ലോ. കേരള സർക്കാരിൻ്റെ ഒരു പൊതുസ്ഥാപനം തന്നെയാണ്, KSRTC പോലൊരു സ്ഥാപനം തന്നെയാണ് ഹോസ്പിറ്റൽ. ഇവിടെ പിന്നെ പ്രയോറിറ്റി കൊടുക്കുന്നത് പേഷ്യൻസിന്. അത് സ്റ്റാഫ് മാത്രം നോക്കിയാൽ മതിയല്ലോ. ബാക്കി ഞാൻ ഇരുന്നെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ അകത്ത് കയറി ഇവിടുത്തെ സ്റ്റാഫിനൊക്കെ ഞാനിവിടെ ഇരിക്കുന്നതൊരു പ്രശ്നമായി തുടങ്ങി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആർക്കും ഒരു ശല്യവും ചെയ്യാതെ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന സ്ഥലത്ത് ഞാൻ ഡെയിലി ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ എല്ലാവരും കാണേണ്ട ഒരു കാര്യമാണിത്. നമ്മുടെ നാട്ടിൽ വീടില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ ഒരു മനുഷ്യനൊരു സ്ഥലമില്ല. ഇതാണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഫ്രണ്ട്. ഞാൻ എന്നും രാവിലെ വന്നിരിക്കുന്നത് ആ കക്ഷി കിടന്ന് ഉറങ്ങുന്നുണ്ടോ, ആ ഉറങ്ങുന്ന സ്ഥലത്താണ് ഞാൻ വന്ന് ഇരുന്നുകൊണ്ടിരുന്നത്. അത് കൂടാതെ ആ കാണുന്ന വോൾ പോയിൻറ്റിലാണ് ഞാൻ എൻ്റെ ഫോൺ ചാർജ് ചെയ്യുന്നത്. ഇതിൻ്റെ അപ്പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട്. ഞാൻ അവിടെ ടോയ്ലറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ ഫെസിലിറ്റീസൊക്കെ ഞാനിവിടെ യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവിടെ പല സ്റ്റാഫുകളും ഞാനിവിടെ അനാവശ്യമായി പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞാനിവരെ ഭീഷണിപ്പെടുത്തി, അടിക്കാൻ കൈ ഓങ്ങി എന്നൊക്കെ പറഞ്ഞ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു എൻ്റെ പേരിൽ. ഞാൻ ഇവിടെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്ന് പറഞ്ഞ കാഷ്വാലിറ്റിയാണ്. ഇവിടെ ഞാൻ സാധാരണ കയറാറില്ല. ഒന്ന് കാണിച്ചു തരാം. ഒന്നുമില്ല ആണ്ടേ, ഇതിൽ ഇതേണ്ടേ ആ ഇരിക്കുന്ന അവർ ഒന്നുമില്ലല്ലോ അവിടെ ചേട്ടൻ വഴിമാരെ. ഞാൻ ചേട്ടനെ എന്തെങ്കിലും ചെയ്തോ? യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയെന്ന് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് പൊതുസ്ഥലമാണല്ലോ. അങ്ങനെ അവിടെ ഇപ്പോൾ മാസ്ക് ഇല്ലാതിരുന്ന ഒരു ഹോസ്പിറ്റൽ നഴ്സിനെ കണ്ടോ? അവർക്കായിരുന്നു ഏറ്റവും വലിയ പരാതി. ഞാൻ ഇവിടെ വന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഈ വീഡിയോ ഇട്ടതിന് ശേഷം നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് തിരിച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കണം. അപ്പം അതിനനുസരിച്ച് ഞാൻ റിപ്ലൈ തരാം. നമ്മൾ ഓരോ ആൾക്കാരെയും പോയി കാണും. ഈ ചേച്ചിയൊക്കെ എല്ലാ ദിവസവും എന്നെ കാണാറുണ്ട്. പുള്ളിക്കാരിക്കൊന്നും ഒരു കുഴപ്പമില്ല, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ സാധാരണമായി ജോലി ചെയ്യുന്ന ഗവൺമെൻറ് നേഴ്സുകൾക്കാണ് നമ്മളിവിടെ ഭയങ്കര പ്രശ്നമായിട്ടുള്ളത്.
നമ്മൾ നഴ്സിംഗ് സ്റ്റാഫിനെ എന്താണ് മോശമായി സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇവർ പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി എന്താ നമുക്ക് നോക്കാം. കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ പോലെ നമുക്കൊരു സ്ഥലമാണ് കൊല്ലം ആശ്രാമം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ആശ്രാമത്തിൻ്റെ ഒരു മൂലക്കായിട്ട് നിൽക്കുകയാണ്. രാത്രി കിടന്ന് ഉറങ്ങാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ബീച്ച് എന്തെങ്കിലും ആണ്. കാരണം അവിടെ ആകുമ്പോൾ കൊതുകില്ല. അതേസമയം കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോ അതേപോലെ പോലീസ് സ്റ്റേഷനിൽ രാത്രി കിടക്കാൻ ഒക്കത്തില്ല കേട്ടോ. അത് ഓൾറെഡി പോലീസുകാരൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പം പോലീസ് സ്റ്റേഷനിലോ ഹോസ്പിറ്റലുകളിലോ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വേണമെങ്കിൽ കയറി ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ടോ എടുക്കാതെയോ പോയി സ്റ്റേഷനിൽ ഇരിക്കാം. പക്ഷെ അവിടെയും ഭയങ്കര കൊതുകാണ്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ വേണ്ടുന്നത് സമാധാനമാണല്ലോ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയാണല്ലോ എല്ലാവരും ഓടുന്നത്. സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റിയ ഒരു സ്ഥലം കൊല്ലം ബീച്ചാണ്. പിന്നെ ആകെ അവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി മഴ പെയ്താൽ എന്ത് ചെയ്യും? ബീച്ചിൻ്റെ ഒരറ്റത്ത് തന്നെ ആയിട്ട് ഒരു വലിയൊരു സ്റ്റേജുണ്ട്. അവിടെ മാക്സിമം പോയി ഒരു 50 പേർക്കൊക്കെ കിടന്ന് ഉറങ്ങാൻ പറ്റും. അവിടെ ഇപ്പോൾ തൽക്കാലം ഞാനുൾപ്പെടെ ഒരു 6-7 പേരെ കിടക്കുന്നുള്ളൂ. എന്നും പറഞ്ഞാൽ എല്ലാവരും നാളെ പെട്ടിങ് കിടക്കൊക്കെ എടുത്തോണ്ട് നാളെ കിടക്കാനല്ല പറയുന്നത്. ഒരു സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യണം? അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണ് കൊല്ലം. രാവിലെ എൻ്റെ പൊന്നുകുട്ടൻ എൻ്റെ വണ്ടി തോണ്ടിരിക്കുന്നു. അതിൻ്റെ തൊട്ട് ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആൽത്തറയല്ല ഒരു തറയാണ്. അവിടെ കിടന്നുറങ്ങാം. ഇതൊക്കെ ഇവിടെ ആശ്രമത്തൊക്കെ ഉള്ള അന്തേവാസികളാണ്. മിസ്റ്റർ മുകേഷ് MLA. പുള്ളിയുടെ പേര് മുകേഷ് എന്നാണ് കേട്ടോ. നമ്മൾ പുള്ളി അടുത്ത ഇലക്ഷനിൽ MLA ആക്കാം. അപ്പോൾ മുകേഷ് MLA അല്ലേ. അങ്ങനെ അവിടെ വന്ന് ഈ തറയിൽ വന്നിരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയും കൊടും വെയിൽ കൊള്ളാതെ നമുക്ക് കഴിച്ചു കൂട്ടാം. അങ്ങനെ ഒരു സ്ഥലമാണ് ആശ്രാമം. രാത്രി ലൊക്കേഷൻ ഞാൻ ബീച്ചിലെ ലൊക്കേഷൻ ഞാൻ രാത്രി വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള കൂടുതൽ സംരംഭങ്ങൾ കേരളത്തിൽ വന്നു തുടങ്ങണം. ആഹാരമൊന്നും കഴിക്കാൻ കയ്യിൽ കാശില്ല, ജോലിയില്ല, പട്ടിണിയാണെങ്കിൽ കൊല്ലം ആശ്രാമം ഗ്രൗണ്ടിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാവർക്കും ആഹാരം കൊടുക്കുകയാണ് അവർ. ഏതോ നല്ല മനുഷ്യർ ചെയ്യുന്ന കാര്യമാണ്. ഒക്കെ നല്ലതാണ്. അതുപോലെ ഇനിയും ആൾക്കാർ ചെയ്യാൻ ഇടയാവട്ടെ. എല്ലാവരും ഞാനും ഇപ്പോൾ പോയി ഊണുപൊതി മേടിക്കാൻ പോവാണ്. എനിക്ക് കുറച്ച് ദിവസങ്ങളും കൂടി ഇനി അൺഎംപ്ലോയ്മെൻറ്റ് ഫോളോ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനും എംപ്ലോയിഡ് ആവും. ഈ ഹോംലെസ് സിറ്റുവേഷനൊക്കെ മാറും. പക്ഷേ എല്ലാവർക്കും എപ്പോഴും അങ്ങനൊരു പെട്ടെന്ന് ഒരു ഫോർച്ചുനേറ്റ് ആയിട്ടൊരു കാര്യം നടക്കണമെന്നില്ല. ചിലപ്പം ജോലിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് ഒരു 1-2 മാസമൊക്കെ നടക്കേണ്ട വരുമായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി ഫോൺ ചാർജ് ചെയ്യാം. കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും ചാർജൊക്കെ ചെയ്യാം. ഞാൻ ഏകദേശം 12 ദിവസമായിട്ട് അതേ ലൊക്കേഷനിൽ തന്നെ ഇരുന്നുകൊണ്ടെന്നല്ല, ഞാൻ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ ചെല്ലും, 8:30 ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെയാണ് ഞാൻ തൊട്ടടുത്ത ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്നും ഇതേ സ്ഥലത്ത് തന്നെയാണ് ഫുഡ് കൊടുക്കുന്നതെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് സണ്ണി എന്ന് പറയുന്ന ഓട്ടോയിലാണ് നമുക്ക് ഇന്നത്തെ ആഹാരം കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് പുള്ളിയോട് ചോദിച്ചു നോക്കാം ഇത് പുള്ളി തന്നെയാണോ ചെയ്യുന്നതെന്ന്. കാരണം നമ്മൾ ഇതിന് ഒരു പ്രോത്സാഹനം കൊടുക്കേണ്ടതാണല്ലോ. പല രാജ്യക്കാരും പല നാട്ടുകാരും വന്ന് നിന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വരുന്നവരാണ്. എല്ലാവരുടെയും വെപ്രാളം, അതുപോലുള്ള വെപ്രാളം എനിക്കുണ്ട്. ഞാനും രാവിലെ ഇപ്പോൾ ഒരു കൂട്ടുകാരൻ പൈസ അയച്ചു തന്നുകൊണ്ട് രാവിലെ ഫുഡ് കഴിച്ചു. 50 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊല്ലം ജില്ലാ സബ് ജയിലിൻ്റെ വലത്തെ സൈഡിൽ 50 രൂപയ്ക്ക് ചിക്കനും ചപ്പാത്തിയും കൊടുക്കുന്നുണ്ട്. ഈ ഓട്ടോക്കാരനെയും പരിചയമുള്ളവർ പുള്ളിക്കാരനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. ചേട്ടാ പോലെ ചേട്ടാ ഒരു സെക്കൻഡേ. ഇത് ചേട്ടൻ സ്വന്തമായിട്ടാണോ ചെയ്യുന്നത്? ആണ് ചേട്ടൻ വീട്ടിൽ നിന്നും ഫുഡൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി കൊണ്ടുവരുന്നല്ലേ? അപ്പോൾ ചേട്ടനാണ് ഇതിൻ്റെ ചിലവൊക്കെ വഹിക്കുന്നത്? നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുകയാണ്. എന്നും ഇതേ സ്ഥലത്താണോ കൊണ്ടുവരുന്നത്? 40 ബിരിയാണി കൊണ്ടുവരും. 40 പേരുടെ പട്ടിണിയാണ് ചേട്ടൻ ഇല്ലാതാക്കുന്നത്. ചേട്ടൻ്റെ പേരെന്താണ്? ബിജു. എൻ്റെ പേര് ഡെന്നിസ്.
ചേട്ടൻ ചെയ്യുന്ന വലിയൊരു സാമൂഹ്യ സേവനമാണ് കേട്ടോ. നിങ്ങളെപ്പോലെ ഒത്തിരി ആൾക്കാരുണ്ടാവട്ടെ. ഓക്കെ, നന്നായിട്ട് നടക്കട്ടെ. അപ്പോൾ അവരുടെയൊക്കെ ഒരു മനസ്സുണ്ടോ, അവരെ കൊണ്ട് ഒത്തിരി ഒന്നും പറ്റില്ല. ദിവസം ഒരു 40 ബിരിയാണി കൊണ്ടുവന്ന് അത്യാവശ്യം വേണ്ടുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, അവർ മറ്റുള്ളവരെ സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഘട്ടമായിട്ട് ബീച്ചിൽ കാണാം. അപ്പോൾ എനിക്കിന്ന് എന്തായാലും ഫുഡ് കിട്ടിയിട്ടില്ല, പക്ഷേ എന്തായാലും കുഴപ്പമില്ല. ഞാൻ രാവിലെ ചപ്പാത്തിയും ചിക്കനും കഴിച്ചു 50 രൂപയ്ക്ക്. പക്ഷേ ആഹാരം കിട്ടിയവരോട് നമുക്ക് അതിന് അഭിപ്രായം ചോദിക്കാം. അപ്പോൾ നമ്മളെടുത്ത് ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ജോണേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ജോണേട്ടൻ സ്ഥിരമായിട്ട് ഈ പുള്ളി ഫുഡ് കൊണ്ടുവരുന്നത്? സ്ഥിരമായിട്ടല്ല, ഇടയ്ക്ക് ഇതുപോലെ പണിയില്ലാത്തപ്പോൾ ഇവിടെ വന്നിരിക്കും. അപ്പോൾ ഇതുപോലെ ഫുഡ് കൊണ്ടുവരും, കഴിക്കും, നമ്മൾ മേടിക്കും. ചിലപ്പോൾ കിട്ടത്തില്ല, ചിലപ്പോൾ കിട്ടും. ഇപ്പോൾ കൊണ്ടുവന്ന് ഇഷ്ടം പോലെ അവിടെ 2 പൊതി കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന പൊതി വന്ന് നമ്മൾ ഇതപ്പോൾ വീഡിയോ. അപ്പോൾ ഞാൻ പറയും മോനെ ഇതുപോലെ ഇടണം. നമ്മൾ തിരുവനന്തപുരം ടിപ്പർ ലോറിക്ക് അതുകൊണ്ട് സാധനം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇതുപോലെ അന്നം കൊടുക്കും. ഇതുവരെ ഓട്ടോയിൽ കൊണ്ടുവന്നതേ നമ്മൾ കാണിച്ചു കൊടുക്കണം. അതെ, ഇതുപോലെ ആഹാരം 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ തൃപ്തിയാകത്തില്ല. 200 കൊടുത്താലും വീണ്ടും തരാൻ പറയും. ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ 1 പൊതി തിന്നുമ്പോൾ തൃപ്തിയാവും, 2 പൊതി തിന്നുമ്പോൾ മതിയെന്ന് പറയും, വേണ്ട ഇനി വേണ്ടെന്ന് പറയും. പക്ഷേ 100 രൂപ തന്നാൽ ഇനിയും തരാൻ പറയും. അതെ, കാശിന് നമുക്ക് എന്താണ് വീണ്ടും വീണ്ടും നമ്മൾ ചോദിക്കും. പക്ഷേ ഭക്ഷണമായ മതി, ഇനി വേണ്ടാന്നേ പറയത്തുള്ളൂ. അപ്പോൾ ഈ അന്നം കൊടുക്കുന്നതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, എവിടെ ആയാലും. അതിനുള്ള അത് കൊടുക്കുന്നതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കും. ഇപ്പോൾ ഓട്ടോയിൽ കൊണ്ട് ആ ചേട്ടൻ കൊണ്ട് കൊടുത്ത് വെള്ളം ഉൾപ്പെടെ അണ്ണന് സ്ഥിരം ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ഈ നിൽക്കുന്ന നമ്മളെല്ലാം അതുപോലെ തന്നെ, നമ്മുടെ സുഹൃത്തുക്കളെല്ലാം തന്നെ. അപ്പൊ ഞാൻ മാത്രമല്ല, ഇവിടെ മുതിർന്ന് ജോലി ഇല്ലാതെ സിറ്റുവേഷനിൽ പെടുന്ന പല ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു വയറ്റിന് സഹായിയാണ് ഇപ്പൊ വന്ന് നമുക്ക് ഓട്ടോയിൽ നമുക്ക് ഫുഡ് കൊണ്ടുവന്ന് തന്നിട്ട് പോയ ചേട്ടൻ. അപ്പൊ പുള്ളിക്കാരനെ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ ആരെങ്കിലും ആ ചേട്ടൻ ആഹാരം കൊടുത്താൽ ഞങ്ങൾ കണ്ടു, നന്നായി, പുള്ളിയെ പ്രോത്സാഹിപ്പിക്കണം. തീർച്ചയായിട്ടും. അതുപോലെ മറ്റാൾക്കാരും ഇതേപോലെ കൊടുക്കാൻ നല്ല കാര്യം, ആഹാരം കൊടുക്കുന്ന നല്ലതാ, കൊടുക്കട്ടെ. അതെ, ഇവിടെ കൊല്ലം ജില്ലയിൽ പലതരം ആൾക്കാരുണ്ട്. ഒരു ജോലിയും ഇല്ല, ഒരു വീടും ഇല്ല, ഒരു ബന്ധുക്കളും ഇല്ലാതെ, ആർക്കും വേണ്ടാതെ അനാഥരായിട്ട് ഇവിടെ തെരുവ് പട്ടികളുടെ കൂടെ കിടക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു തരമുണ്ട്. പിന്നെ ഒരു തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോണേട്ടനെ പോലെ ജോലിയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ ബുദ്ധിമുട്ടിൽ പെടുന്ന പുള്ളികളുണ്ട്. പിന്നെ അല്ലാതെ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരുണ്ട്, അവർക്ക് അവരുടെ സ്വന്തം ചിലവ് നോക്കാനുള്ള സാമ്പത്തികവും കാര്യങ്ങളും ഉണ്ട്. ഇതുകൂടാതെ നമ്മുടെ എബവ് ആവറേജ് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ അടിയിൽ പറഞ്ഞ 2 തരം ആൾക്കാർക്കും സഹായിയാണ് ആ ഓട്ടോക്കാരൻ. ഇപ്പോൾ ജോണേട്ടനും ഇവിടെ മറ്റാൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ, ചിലപ്പോൾ ആ ഒരു നേരം മതിയായിരിക്കും. ഉച്ചയ്ക്ക് ഒരു നേരം ആ ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പട്ടിണി ഇല്ലാതെ പോകാം. അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന ആ ചേട്ടനെ എല്ലാവരും കാണുമ്പോൾ അഭിനന്ദിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ.